വെൽക്കം ടു റോഡ് ടു ബെത്ലഹേം. ഏഞ്ചല, കയ്യിലുള്ള ബുക്ക് ഏതാ? ഈ ബുക്ക് ബൈബിളിലെ പ്ലേസസിനെ കുറിച്ചുള്ള ഒരു ബുക്കാ. ഓ, നമ്മളൊരു യാത്രയിലല്ലേ. ഇന്ന് ഏതാ സ്ഥലം? ഇന്ന് നമ്മൾ മാമറയിലേക്കാണ് പോകുന്നത്. ഇന്ന് ഡിസംബർ 3 മാമ്ര. മാമറയിൽ കുറെ ഓക്കുമരങ്ങളുണ്ട്. അവിടെ വെള്ളത്താടിയും വെള്ളമുടിയും ഒക്കെ ഉള്ളൊരു അപ്പാപ്പനിരിക്കുക. അതാരാ നിങ്ങൾക്ക് മനസ്സിലായോ? അബ്രഹാം. അബ്രഹാത്തിന് ദൈവം ഒരു പ്രോമിസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ റിഫ്ലക്ട് ചെയ്യേണ്ട ബൈബിൾ ഭാഗം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പൊ നമുക്ക് നമ്മുടെ സെഗ്മെന്റിലേക്ക് പോയാലോ? ദ ബൈബിൾ വേർഡ്. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് വചനവിചിന്തനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കണേ. ദൈവം അബ്രാഹത്തിന്റെയും സാറയുടെയും കൂടാരം സന്ദർശിക്കുന്നു. ദൈവം ജീവിതത്തിലേക്ക് കടന്നു വരിക ഇത്ര വലിയ ഭാഗ്യമാണല്ലേ. വലിയൊരു സമ്മാനം വാഗ്ദാനം ചെയ്തിട്ടാണ് അവിടുന്ന് അവരെ പിരിയുന്നത്. മക്കളില്ലാത്ത ആ വൃദ്ധ ദമ്പതികൾക്ക് ഒരു മകൻ ജനിക്കുമെന്ന വാഗ്ദാനം. നമ്മുടെ ജീവിതത്തിലും ദൈവം കടന്നു വരുമ്പോൾ ജീവിതം മാറി മറിയുന്നത് കാണാം. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട അബ്രാഹത്തിന്റെയും സാറയുടെയും ജീവിതത്തിലേക്ക് വീണ്ടും ഒരു കുഞ്ഞെന്ന മനോഹര സ്വപ്നം ഇതൾ വിരിയുന്നു. അതുപോലെ നമ്മുടെ ഉള്ളിലും ദൈവത്തിന്റെ സാന്നിധ്യം നിറയുമ്പോൾ ജീവിതം മാറി മറിയും. 14-ാമത്തെ വാക്യത്തിലൂടെ അവിടുന്ന് ചോദിക്കുന്നു, കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മുടെ വിഷമങ്ങൾക്കും വേദനകൾക്കും നിസ്സഹായതകൾക്കും എല്ലാം ഉപരിയായ ദൈവശക്തിയെക്കുറിച്ചുള്ള ബോധ്യം നമ്മിൽ ആഴമായി പതിയട്ടെ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് 3rd ഡേയുടെ ബൈബിൾ പാസേജ് വായിച്ചു കഴിഞ്ഞു. ഇത് നമുക്കൊരു പുതിയ കഥ കേട്ടാലോ? നമ്മൾ അടുത്ത സെഗ്മെന്റ് സ്റ്റോറി ടൈം. ഹലോ, സ്റ്റോറി ടൈമിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. കഥ കേൾക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരു പുതിയ കഥ, കാത്തിയുടെ കഥ കേൾക്കാം. കാത്തി ആരാന്നറിയാവോ? ഒരു നല്ല മിടുക്കിയായ ഒരു കുഞ്ഞായിരുന്നു. കാത്തി എപ്പോഴും ഇങ്ങനെ കുറേ സംശയങ്ങളൊക്കെ അപ്പയോടും അമ്മയോട് ചോദിക്കും. പക്ഷേ ഈ അപ്പയും അമ്മയും ഒത്തിരി നല്ല കാര്യങ്ങൾ അവൾക്ക് ചെറുപ്പത്തിലേ തന്നെ പരിശീലിക്കാനായിട്ട് സഹായിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്മ ഇവളോട് പറഞ്ഞു, കാത്തി എല്ലാ ദിവസവും പ്രാർത്ഥിക്കും കേട്ടോ, നല്ല പ്രാർത്ഥിക്കും, ഈശോയായിട്ട് നല്ല കൂട്ടുള്ള കുഞ്ഞായിരുന്നു. അപ്പോൾ ഇവൾ എല്ലാ ദിവസവും എന്തെങ്കിലും ഇവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവൾ ആദ്യം ഈശോയോട് പറയും, പിന്നെ പോയി അപ്പയോടും അമ്മയോടും പറയും. അപ്പോൾ ഒരു ദിവസം അമ്മ പറഞ്ഞു, കാത്തി നീ എല്ലാ പ്രാവശ്യവും നിൻ്റെ ആവശ്യങ്ങൾ പോയി ഈശോയോട് പറയും. നീ ഒരു ദിവസമെങ്കിലും ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, ഈശോയെ ഞാൻ നിനക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ കാത്തിക്കാകെ ഞെട്ടലായി. നമ്മളെങ്ങനെയാണ് ദൈവത്തിന് സഹായം ചെയ്യേണ്ട ആവശ്യം? ദൈവമല്ലേ നമ്മളെ സഹായിക്കേണ്ടത്. അപ്പം അമ്മ പറയും, അല്ല കാത്തി, ദൈവത്തിനും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹെൽപ്പ് ആവശ്യമുണ്ടെന്നത്. അപ്പോൾ ഇവർക്ക് അതൊന്നും മനസ്സിലായില്ല. പിന്നെ എന്തൊക്കെയോ ചോദിച്ചു. അങ്ങനെ ഒരു ദിവസം കാത്തി അമ്മയും കൂടെ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഇവർ കാറിൽ കയറി യാത്ര പോയി. വളരെ ബിസി ആയിട്ടാണ് ഇവർ പോകുന്ന വഴിക്ക് പെട്ടെന്നൊരു സാധനമൊക്കെ മേടിച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇവർ കാറിൽ സാധനം വെച്ച് വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ഒരു പ്രായമായ അമ്മാമ്മ വന്നിട്ട് ചോദിച്ചു, മോളെ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകുമോ, എനിക്ക് അത്യാവശ്യം അടുത്ത ഹോസ്പിറ്റലിൽ എത്തണമെന്ന് പറഞ്ഞു. അപ്പം കാത്തി അമ്മയും കൂടെ ഇങ്ങനെ നോക്കി. അമ്മ പറഞ്ഞു പിന്നെന്താ. അങ്ങനെ ഇവർ അമ്മാമ്മയെ കാറിൽ കയറ്റി. അങ്ങനെ കാറ് വിട്ട് വരുന്ന സമയത്ത് ഈ അമ്മാമ്മ പറയുക, മോളെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ, ഈശോയാണ് മോളെ എൻ്റെ അടുത്ത് എത്തിച്ചതെന്ന്. അപ്പോൾ കാത്തി ആകെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് അമ്മയെ നോക്കി. എന്നിട്ട് ഈ അമ്മാമ്മ പറയുകയാണ്, ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങൾ പാവങ്ങളാണ്, പക്ഷെ ഞങ്ങളുടെ കൂട്ടിന് എപ്പോഴും ഈശോയുണ്ട്. ഞങ്ങൾ എന്ത് ആവശ്യം പറഞ്ഞാലും അപ്പം ഈശോ ആരിലൂടെയെങ്കിലും അത് ചെയ്തു തരും. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ സുഖമില്ല കിടക്കുക, എനിക്ക് അത്യാവശ്യം ഈ മരുന്ന് അവിടെ എത്തിക്കണം. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, ഈശോയെ എനിക്ക് വേഗം ആശുപത്രിയിൽ എത്തിക്കണം, നീ ആരെങ്കിലും അയച്ച് എന്നെ സഹായിക്കണം. ഞാൻ അത് ഈശോയോട് പറഞ്ഞു. അപ്പോൾ കണ്ടോ മോളെ ഈശോയെ അയച്ചത്. അപ്പോൾ മോൾ എന്നെ ഇപ്പം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് മോൾക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോഴത്തേക്കും ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തി അമ്മാമ്മ ഇറങ്ങി കാത്തിക്കും അമ്മയ്ക്കും താങ്ക് യു പറഞ്ഞിട്ട് പോയി. അപ്പം കാത്തിക്ക് മനസ്സിലായ. അപ്പോൾ കാത്തി പറയാ, എനിക്കിപ്പം മനസ്സിലായി അമ്മ എന്തിനാണ്. അപ്പോൾ ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. ഇപ്പോൾ അമ്മാമ്മ ഈശോയോട് പറഞ്ഞപ്പം അമ്മാമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം അമ്മയെ യൂസ് ചെയ്തു. ഇതുപോലെയാണ്
നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ എന്നും ചോദിക്കും, ഈശോയെ നിനക്ക് എന്ത് ഹെൽപ്പാണ് ഞാൻ ചെയ്യേണ്ടത്. കൂട്ടുകാരെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കും, നമ്മൾ ഒറ്റയ്ക്കല്ല അല്ലേ, നമുക്ക് ഫാമിലി ഉണ്ട്, നമുക്ക് ചുറ്റിലും ഒരു സൊസൈറ്റി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. ഇവിടെയെല്ലാം ഈശോയ്ക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. ഈശോ ചിലപ്പോൾ ഒരാൾ ഇങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും നിങ്ങളോട് പറയും പോയി അത് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചില തിങ്സൊക്കെ ഷെയർ ചെയ്യാൻ ഒരാൾ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും നിങ്ങൾ അങ്ങനെ ഒരാളെ കണ്ടുമുട്ടുന്നത്. അതും അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നത്, ആ സമയത്ത് നിങ്ങൾ ഓർക്കണം, ഇത് ഞാൻ ഈശോയ്ക്കാണിത് ചെയ്യുന്നതെന്ന് അല്ലേ. അതല്ലേ ക്രിസ്മസിൻ്റെ ബ്യൂട്ടി. ക്രിസ്മസിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ മൊത്തം ഷെയറിങ്ങാണ് അല്ലേ. ഈശോ സ്വർഗം മൊത്തം വിട്ടിട്ട് ഭൂമിയിലേക്ക് വന്നത് നമുക്കെല്ലാം ഫുൾ തരാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ക്രിസ്മസിൻ്റെ മറ്റൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗിവിങ് അല്ലേ, കൊടുക്കുക. അപ്പം ഈശോയ്ക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്, അത് മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെടാനാണ്. അപ്പോൾ അത് മറക്കാതിരിക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈശോയോട് ചോദിക്കാം കേട്ടോ, ഈശോയെ ഞാൻ എന്ത് ഹെൽപ്പാണ് നിനക്ക് ചെയ്യണം. ചെയ്യുമോ നിങ്ങൾ? ചെയ്യണം കേട്ടോ. സോ ഓൾ ദി ബെസ്റ്റ്, ബൈ. ഇന്ന സ്റ്റോറി ഡിഫറെന്റ് തോട്ടായിരുന്നു നിങ്ങൾക്ക് തോന്നിയില്ലേ? അപ്പൊ നമുക്ക് ഇന്നൊരു പുതിയ രാജ്യത്തെ ക്രിസ്മസ് കാഴ്ചകൾ കാണാൻ പോയാലോ? ഇത് നമ്മൾ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത്? ഇന്ന് ജർമ്മനി. അപ്പോൾ ജർമ്മനിയിലെ ക്രിസ്മസ് കാഴ്ചകളിലേക്ക് നമ്മുടെ തേർഡ് സെഗ്മെന്റ്, ക്രിസ്മസ് അറൗണ്ട് ദ വേൾഡ്. ജർമ്മനിയിലെ ജനങ്ങൾ ക്രിസ്മസ് ദിവസത്തെയും അഡ്വന്റ് സീസണെയും ഏറെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. ജർമ്മനിയിൽ ക്രിസ്മസ് ദിവസം അവധി ദിവസമാണ്. അന്ന് മിക്ക ജോലികളും ചെയ്യുന്നതിന് നിയന്ത്രണമാണ്. സൈലന്റ് ഡേ എന്നുകൂടിയാണ് ക്രിസ്മസ് ദിവസത്തെ ജർമ്മൻകാർ വിശേഷിപ്പിക്കുന്നത്. 24-ാം തീയതി മുതൽ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടാൻ തുടങ്ങും. 24-ാം തീയതിയും 25-ാം തീയതിയും എല്ലാവരും ഒരുമിച്ചായിരിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാനും സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനുമൊക്കെ അവർ സമയം കണ്ടെത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാതിരാ കുർബാനയാണ്. 24-ാം തീയതി രാത്രി എല്ലാവരും ദേവാലയത്തിൽ ഒരുമിച്ച് കൂടും. പാതിരാ കുർബാനയ്ക്ക് മുൻപ് മിറക്കിൾ പ്ലേ എന്ന് പറയുന്ന ഒരു രംഗം അവർ സജ്ജീകരിക്കും. ആളുകൾ ആദവും ഹവ്വയുമായി വേഷമിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ദൈവം ആദത്തെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന രംഗം അവർ അവതരിപ്പിക്കും. അതിനുശേഷമാണ് പാതിരാ കുർബാനയിലേക്ക് പ്രവേശിക്കുക. ജർമ്മൻ ജനതയുടെ വിശ്വാസമനുസരിച്ച് ഈശോയുടെ ജനനശേഷം ആദത്തിനും ഹവ്വയ്ക്കും രക്ഷ കിട്ടുന്നു എന്നുള്ളതാണ്. ഇത് പഴയകാലം മുതൽ ജർമ്മനിയിൽ നടന്നു വരുന്ന ഒരു രീതിയാണ്. മറ്റൊരു പ്രത്യേകത, ക്രിസ്മസ് ദിവസം വൈകുന്നേരം സമ്മാനങ്ങൾ കൈമാറുമ്പോൾ ജർമ്മനിയിലെ കത്തോലിക്കരുടെ വിശ്വാസം ഉണ്ണീശോ സമ്മാനമായാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നാണ്. ആ സന്തോഷം പങ്കിടുന്നതിൻ്റെ അടയാളമായിട്ടാണ് ജർമ്മൻ ജനത സമ്മാനങ്ങൾ കൈമാറുന്നത്. കുട്ടികൾ ചെയ്യുന്ന മനോഹരമായ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അഡ്വന്റ് കലണ്ടർ രൂപപ്പെടുത്തലാണ്. 25 പേജുള്ള കലണ്ടർ. ഓരോ കലണ്ടറിനും ഓരോ വാതിലുണ്ട്. ഓരോ വാതിലും ഓരോ ദിവസമാണ്. ഓരോ വാതിലും തുറക്കുമ്പോൾ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട മനോഹരമായ കാഴ്ചകൾ അതിലൂടെ കാണാൻ പറ്റും. ചിത്രങ്ങൾ വരയ്ക്കുകയാണ് പതിവ്. അങ്ങനെ 25 താളുകളുള്ള ഒരു അഡ്വന്റ് കലണ്ടർ കുട്ടികൾ ഈ സീസണിൽ രൂപപ്പെടുത്തുന്നു. അവരുടെ ക്രിസ്മസ് ഒരുക്കത്തിന്റെ ഭാഗം കൂടിയാണിത്. മറ്റൊന്ന്, ഡിസംബർ 6 സെയിന്റ് നിക്കോളാസിന്റെ ഫീസ്റ്റ് അവർ ആഘോഷിക്കാറുണ്ട്. കുട്ടികളുടെ കൂട്ടുകാരൻ സെയിന്റ് നിക്കോളാസ് വരും, സമ്മാനങ്ങൾ തരും, നല്ല കുട്ടികളായി വളരാൻ സഹായിക്കും എന്നുള്ളതാണ് അവിടെയുള്ള കുട്ടികളുടെ വിശ്വാസം. കുട്ടികൾ ചെയ്യുന്ന മനോഹരമായ മറ്റൊരു കാര്യം ഇതാണ്. ഡിസംബർ 27 ക്രിസ്തുമസിന് ശേഷം 27-ാം തീയതി മുതൽ ജനുവരി 6 പൂജരാജാക്കന്മാരുടെ തിരുനാൾ, ഫീസ്റ്റ് ഓഫ് എപ്പിഫനി. ആ ദിവസം വരെ 4 കുട്ടികൾ അടങ്ങുന്ന ഒരു സംഘം, അതിൽ 3 കുട്ടികൾ പൂജരാജാക്കന്മാരുടെ വേഷമിടും. ഒരാൾ നക്ഷത്രം പിടിച്ച് മുൻപേ നടക്കുന്ന ആളായിരിക്കും. ഈ 4 കുട്ടികൾ വീടുകൾ തോറും ചെന്ന് പാട്ടുപാടും, കാരൽസ് പാടും. പാടിക്കഴിയുമ്പോൾ വീട്ടുകാർ ഇവർക്ക് കുഞ്ഞു കുഞ്ഞു സംഭാവനകൾ നൽകും. കുഞ്ഞുങ്ങൾ ഇവ എടുക്കാറില്ല, ഏതെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുക. ഇതൊരുപാട് സന്തോഷത്തോടെ ജർമ്മൻ ജനത തുടർന്നു പോരുന്ന ഒരു കാര്യമാണ്. ഈ ഗായക സംഘത്തെ സ്റ്റേൺ സിംഗേഴ്സ് അഥവാ സ്റ്റാർ സിംഗേഴ്സ് എന്നാണ് പറയുക. സ്റ്റേൺ സിംഗേഴ്സായി വേഷമിടാൻ കുട്ടികൾക്ക് വലിയ ഉത്സാഹമാണ്. അതുപോലെ ജർമ്മനിയിൽ നിന്നാണ് ക്രിസ്മസ് ട്രീയുടെ ഉത്ഭവം. അത് നിങ്ങൾക്കറിയാമോ? 7-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ നിന്നാണ് ആദ്യമായി ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന രീതി രൂപപ്പെട്ടത്. അതുകൊണ്ട് ക്രിസ്മസ് ട്രീ അലങ്കരിക്കൽ ജർമ്മനിയിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചയാണ്. വഴിയോരങ്ങളും വീടുകളും നിരത്തുകളുമെല്ലാം കൂറ്റൻ ക്രിസ്മസ് ട്രീകൾ അലങ്കരിക്കും.
പള്ളികളിൽ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. 25 കുഞ്ഞു ബോക്സുകൾ തൂക്കിയിടും. നമ്മൾ കണ്ടിട്ടില്ലേ ക്രിസ്മസ് ട്രീയിൽ ബോക്സുകൾ തൂക്കിയിടുന്നത്? ഈ 25 ബോക്സുകളിലും കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും. ജനുവരി 6-ാം തീയതി പൂജ രാജാക്കന്മാരുടെ തിരുനാൾ ദിവസം വൈകുന്നേരമാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ അവസാനിക്കുന്നത്. അന്ന് ജർമ്മനിയിലെ കുട്ടികൾക്ക് വലിയ സന്തോഷമാണ്. എന്താണെന്നറിയാമോ? പള്ളികളിലെ ക്രിസ്മസ് ട്രീ മാറ്റുന്നതിന് മുൻപ് അവർ ഈ ക്രിസ്മസ് ട്രീ കുലുക്കുമ്പോൾ ഈ തൂക്കിയിട്ടിരിക്കുന്ന ഗിഫ്റ്റ് ബോക്സുകൾ താഴെ വീഴും. ഈ വീഴുന്ന ബോക്സുകൾ കുട്ടികൾ ഓടിപ്പോയി പെറുക്കും. അപ്പോൾ അവർക്ക് ക്രിസ്മസ് തീരുന്നത് സമ്മാനങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് മാർക്കറ്റുകൾ അവിടുത്തെ വലിയ ഒരു ആകർഷണമാണ്. ക്രിസ്മസ് സീസണായി കഴിഞ്ഞാൽ ക്രിസ്മസ് സാധനങ്ങൾ ലഭിക്കുന്ന മാർക്കറ്റുകൾ രൂപപ്പെടും. ധാരാളം ആളുകൾ ഷോപ്പിങ്ങിന് പോകും. മറ്റൊന്ന് ഫാമിലി ടൈമാണ്. അതവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് അഡ്വന്റ് സീസണിലെ ക്രിസ്മസിന് മുൻപുള്ള 4 ഞായറാഴ്ചകളിലും തിരികൾ കത്തിച്ചവർ ആഘോഷങ്ങൾ തുടങ്ങും. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് തിരികൾ കത്തിക്കും. ആ സമയം അവർ ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും. ഇങ്ങനെയൊക്കെയാണ് ജർമ്മൻ ജനത ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ജർമ്മനിയിലെ ക്രിസ്മസ് കാഴ്ചകൾ എങ്ങനെ ഉണ്ടായിരുന്നു? ബ്യൂട്ടിഫുൾ ആയിരുന്നു. ദേ ജോ, കാരൽ സിംഗേഴ്സ് ഒക്കെ റെഡി ആയിട്ടിരിക്കുക. ഓ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാട്ട് കേൾക്കാം. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സെഗ്മെന്റ്. ഹായ് ഫ്രണ്ട്സ്, റോഡ് ടു ബെത്ലഹേമിന്റെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് മിന്നാ മിന്നി പോലെ എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ ഒരു ഗാനമാണ്. ഈ ഗാനം നിങ്ങൾക്ക് ആലപിക്കുന്നത് വൈപ്പിൻ സെന്റ് ജോർജ് ഇടവകയിലെ കൂട്ടുകാരാണ്. ലെറ്റ്സ് എൻജോയ്. മിന്നാ മിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. മിന്നാ മിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. മിന്നിത്താരമെങ്ങും മിന്നാ മിന്നി പോലെ മന്ന പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. ഇമ്മാനുവേലിന്റെ സ്നേഹം തേടുമ്പോൾ സമ്മാനം നേടുന്നു മണ്ണിൽ എല്ലാരും. കണ്ണോടു കണ്ണായി കാണാം നാമത്തെ പുണ്യാഹം പോലെന്നും ഉള്ളിൽ കാത്തിടാം. എന്നും ക്രിസ്മസിനാനന്ദം പൂത്തിങ്കളായി നിന്റെ കരളിന്റെ ഇരുൾ മാറ്റി ഉണർവേകിടും. എന്നും ക്രിസ്മസിനാനന്ദം പൂത്തിങ്കളായി നിന്റെ കരളിന്റെ ഇരുൾ മാറ്റി ഉണർവേകിടും. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. മിന്നിത്താരമെങ്ങും മിന്നാ മിന്നി പോലെ മന്ന പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. നമ്മൾ പാട്ട് കേട്ടോ അല്ലേ? നല്ല പാട്ടായിരുന്നില്ലേ ഏഞ്ചല? ആ, നല്ല പാട്ടായിരുന്നു. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ടൈമിലേക്ക് പോവാം. ആക്ടിവിറ്റി. നമ്മൾ ഡിസംബർ 1 തുടങ്ങിയ യാത്ര നമ്മൾ ആദ്യം ഏതനിലെത്തി, പിന്നെ ആറാറത്തിലെത്തി. ഇന്ന് നമ്മൾ പോകുന്നത് മാമറയിലേക്കാണ്. നിങ്ങളുടെ ചാർട്ട് പേപ്പർ ഒക്കെ റെഡി അല്ലേ? ഞങ്ങൾ മാർക്ക് ചെയ്യാൻ പോകണം മാമറ. വരൂ, നമുക്ക് മാർക്ക് ചെയ്യാം. ലെറ്റ്സ് കം ബാക്ക്. ഇന്നത്തെ ആക്ഷൻ ഇതാണ്. ഇന്ന് നിങ്ങൾ ആരെങ്കിലും സഹായിക്കണം. നമുക്ക് ഈ കോവിഡ് സിറ്റുവേഷനിൽ പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നമ്മുടെ അമ്മയെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാവരും അടുക്കളയിൽ കയറി അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ചെയ്യില്ലേ? ഇന്നലെ നൽകിയ ചോദ്യത്തിന്റെ ഉത്തരം അറാറത്ത്. ഉത്തരങ്ങൾ അയച്ചവരിൽ നിന്ന് തിരഞ്ഞെടുത്ത വിജയി ഏഞ്ചല സൂസൻ ജിനോജ്, ചാലവടക്കീതിൽ പുത്തൻവീട്, മുട്ടം, ഹരിപ്പാട്, ആലപ്പുഴ.
ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ദൈവം അബ്രഹാത്തെ സന്ദർശിച്ചപ്പോൾ കൊടുത്ത വാഗ്ദാനം എന്ത്? ഒന്നും കൂടെ പറയാം. ദൈവം അബ്രഹാത്തിനെ സന്ദർശിച്ചപ്പോൾ കൊടുത്ത വാഗ്ദാനം എന്ത്? നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ വേഗം അയക്കാം. അയക്കേണ്ട നമ്പർ 9605818881. ഒന്നുകൂടിയും പറയാം, 9605818881. ക്രിസ്മസ് ഒരുക്കത്തിന്റെ 3-ാം ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ റോഡ് ടു ബെത്ലഹേമിന്റെ ഒരു പുതിയ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. സോ ടേക്ക് കെയർ, ബൈ.